ഹായ് സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസെക്ട് തൊറാക്സിൻ്റെ സെക്കൻഡ് അപ്പൻഡേജ് ആയിട്ടുള്ള ഇൻസെക്ട് വിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻസെക്ട് വിങ്സ്. ഇൻസെക്ട് വിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി പോസസ് 2 പെയേഴ്സ് ഓഫ് വിങ്സ്. ഇൻസെക്ട്സിന് 2 പെയേഴ്സ് ഓഫ് വിങ്സ് ഉണ്ടാവും. In one pair in each segment, that is mesothorax and metathorax. Mesothoraxിലും മെറ്റാതൊറാക്സിലും ഓരോ പെയർ വെച്ച് 2 പെയർ ഓഫ് വിങ്സ് ആണ് ഇൻസെക്ട്സിന് സാധാരണ ഉണ്ടാവാറുള്ളത്. മീസോതൊറാക്സിൽ നിന്നും മെറ്റാതൊറാക്സിൽ നിന്നും വിങ്സ് എമർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ 2 സെഗ്മെൻറ്റ്സിനെ കൂടി ചേർത്ത് പറയുന്ന പേരാണ് ടീറോതൊറാസിക് സെഗ്മെൻറ്റ്സ്. ടെറ മീൻസ് വിങ്സ്. PTERA. ടെറ മീൻസ് വിങ്സ്. ഓക്കെ, അപ്പം ഈ 2 സെഗ്മെൻറ്റ്സിൽ നിന്ന് ഇൻസെക്ട് വിങ്സ് എമർജ് ചെയ്യുന്നത് കൊണ്ട് ഈ 2 സെഗ്മെൻറ്റ്സിനെ ചേർന്ന് പറയുന്ന പേരാണ്, ഒരുമിച്ച് പറയുന്ന പേരാണ് ടീറോതൊറാസിക് സെഗ്മെൻറ്റ്സ്. The wings arising dorsolaterally from between pleura and nota of the meso and metathoracic segments. ഓക്കെ, ഈ മീസോതൊറാക്സിൻ്റെയും മെറ്റാതൊറാക്സിൻ്റെയും പ്ലൂറൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇൻസെക്ട് തൊറാക്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇൻസെക്ട് തൊറാക്സിന് 3 റീജിയൻസ് അല്ലെങ്കിൽ 3 സെഗ്മെൻറ്റ്സ് ഉണ്ട്, 3 സ്ക്ലീറൈറ്റ്സ് ഉണ്ട്. ഡോർസലി ഒരു ടെർഗം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ നോട്ടം എന്നും പറയും. ദെൻ വെൻട്രലി സ്റ്റേർണം ഉണ്ടാകും, പിന്നെ സൈഡിൽ ലാറ്ററലായിട്ട് പ്ലൂറ ഉണ്ടാവും. അപ്പോൾ വിങ്സ് എമർജ് ചെയ്യുന്നത് മുകളിലുള്ള ഡോർസലായിട്ടുള്ള ടെർഗത്തിനും പ്ലൂറത്തിനും ഇടയിലുള്ള സ്പേസിലാണ് വിങ്സ് എമർജ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എമർജസ് ഡോർസോലാറ്ററലി. ഡോർസൽ പൊസിഷനിലുള്ള നോട്ടോ ലാറ്ററൽ പൊസിഷനിലുള്ള പ്ലൂറത്തിൻ്റെയും ഇടയിലൂടെ വരുന്നതുകൊണ്ട് ഇറ്റ് എമർജസ് ഡോർസോലാറ്ററലി ഇൻ ദി ടീറോതൊറാസിക് സെഗ്മെൻറ്റ്സ്, അതായത് മീസോതൊറാക്സിലും മെറ്റാതൊറാക്സിലും. Then each wing consists of a thin membrane supported by a system of veins. ഈ ഇൻസെക്ട് വിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലിഷ്ടം പോലെ വെയിൻസ് ഉണ്ടാവും. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിൽ ഇറ്റ് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് വെയിൻസ്. ഓക്കെ, അപ്പം ഒരു തിൻ മെംബ്രെയിൻ ഉണ്ടാവും. ആൻഡ് ആ തിൻ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഈ വെയിൻസ് വെച്ചിട്ടാണ് ആ തിൻ മെംബ്രെയിൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇലയുടെ അതേ ഫങ്ഷൻ തന്നെ. ആ ഇലയുടെ ഉള്ളിൽ ഒരു മിഡ്രിബും അതിനുള്ളിൽ വെയിൻസും ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് ഇൻസെക്ട് വിങ്സിലും. ഇൻസെക്ട് വിങ്ങിനും അതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിൻ്റെ അകത്തൂടെ വെയിൻസും ഉണ്ടാവും. The membrane is formed by 2 layers of integument closely opposed to one another. അതായത് ഒരു വിങ്ങിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത് 2 ഇൻറ്റഗുമെൻ്റൽ റീജിയൻസ് അല്ലെങ്കിൽ 2 പേപ്പർ തിന്നായിട്ടുള്ള 2 സെഗ്മെൻറ്റ്സ് ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്നതാണ് ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ 2 മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സിൻ്റെ ഇടയിലൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത്, വെയിൻസ് പാസ് ചെയ്യുന്നത്. സോ വെയിൻസ് ആർ നറിഷ്ഡ് ബൈ ദ ബ്ലഡ് സർക്കുലേറ്റിംഗ് ത്രൂ ദി വെയിൻസ്. ഓക്കെ, ഈ വെയിൻസ് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ വെയിൻസിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. ആ ബ്ലഡ് സർക്കുലേഷൻ വഴിയാണ് വിങ്സിന് ആവശ്യമായിട്ടുള്ള എന്തെത്തുന്നത്, ന്യൂട്രിയൻസ് എത്തുന്നത്. ഓക്കെ, ഇതാണ് വിങ്ങിൻ്റെ മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ളൊരു മെംബ്രെയിനും ഉണ്ടാകും, താഴെ ഒരു മെംബ്രെയിനും ഉണ്ടാകും. ദെൻ അതിൻ്റെ ഉള്ളിലൂടെ നെർവ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവ് മീൻസ് റെസ്പോൺസസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ട്രക്കിയൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പിന്നെ വെയിൻ റീജിയനിൽ ബ്ലഡ് സർക്കുലേഷനുള്ള ബ്ലഡ് സ്പേസും എല്ലാം തന്നെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വിങ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഒരു വിങ്ങിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ വെയിൻസിൻ്റെ പ്രത്യേകത, there are different types of veins. ഓക്കെ, അപ്പം the principal support of wing membrane is provided by a number of veins running along the length of the wing and is connected by cross veins. ഓക്കെ, ഒരു വിങ് എടുത്താൽ ആ വിങ്ങിൻ്റെ തുടക്കം മുതൽ അങ്ങ് താഴെ വരെ ഒരുപോലെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസും ഉണ്ടാവും. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോസ് വെയിൻസും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയൊരു പർട്ടിക്കുലർ രീതിയിൽ ഈ വെയിൻസിനെ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വിങ് വീനേഷൻ. അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ദ വിങ്സ് ഇസ് കോൾഡ് ആസ് വിങ് വീനേഷൻ. Okay, so veins are divided typically into 2 types. There are 2 types of veins in insect wings. ഒരു ഇൻസെക്റ്റിൻ്റെ വിങ് എടുത്താൽ 2 ടൈപ്പ് വെയിൻസ് ഉണ്ടാവും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസ്, 2 അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോസ് വെയിൻസ്.
ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസും ഉണ്ടാവും, തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോസ് വെയിൻസും ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ഇൻസെക്റ്റിൻ്റെ വിങ് വെയിൻസ് ഉണ്ട്. വിങ് വെയിൻസ് വഴിയാണ് വിങ്ങിന് ആവശ്യമായ നറിഷ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത്. ഇനി ആ വിങ് വീനേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട്, രണ്ട് ടൈപ്പ് വെയിൻസ് ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസ്, രണ്ട് ക്രോസ് വെയിൻസ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസ് 6 എണ്ണം ഉണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോസ് വെയിൻസ് 7 എണ്ണം ഉണ്ട്. ഓക്കെ, 6 ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേ ആർ കോസ്റ്റ, സബ് കോസ്റ്റ, റേഡിയസ്, മീഡിയൻ, ക്യൂബിറ്റസ് ആൻഡ് എയ്നൽ വെയിൻ. ഓക്കെ, ഇതാണ് ഈ തുടക്കത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസ് ആയിട്ടുള്ള 6 എണ്ണം. ആദ്യത്തേത് കോസ്റ്റൽ വെയിൻ, രണ്ടാമത്തേത് സബ് കോസ്റ്റൽ വെയിൻ, മൂന്നാമത്തേത് റേഡിയൽ വെയിൻ, നാലാമത്തേത് മീഡിയൻ വെയിൻ, ദെൻ കംസ് ദി ക്യൂബിറ്റസ് വെയിൻ ആൻഡ് ദെൻ ദി എയ്നൽ വെയിൻസ്. ഓക്കെ, അത് ഈ താഴെ വരെ ഇങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോകും കേട്ടോ. ഇവിടുന്ന് തുടങ്ങി താഴെ വരെയും ഒരുപോലെ പാസ് ചെയ്ത് താഴെ വരെ എത്തും. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ക്രോസ് വെയിൻസ് എന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ മേജറായിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസിന് എന്തുണ്ടാവും, ബ്രാഞ്ചസും ഉണ്ടാവും. അപ്പോൾ മീഡിയൻ തന്നെ റേഡിയസ് തന്നെ R1 R2 ഇത് കണ്ടോ, R1 R2 R3 R4 R5 അങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് പോകും. ഇതെന്ന് പറയുന്നത് ജനറലി ഉള്ള 6 വെയിൻസ് ആണ്. ഇതിൻ്റെ തന്നെ സബ് ഡിവിഷൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സബ് കോസ്റ്റൽ വെയിൻ 1, സബ് കോസ്റ്റൽ വെയിൻ 2, ദെൻ റേഡിയൽ 1 2 3 4 5, മീഡിയൻ്റെ ആണെങ്കിൽ 1 2 3 4 5, ദെൻ ക്യൂബിറ്റസിൻ്റെ ആണെങ്കിൽ 1A 1B, ദെൻ കംസ് ദി CU2. അങ്ങനെ ഓരോന്നിനും ഇതുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ തമ്മിലുള്ള ക്രോസ് വെയിൻസും ഉണ്ട്. ഇനി ക്രോസ് വെയിൻസ് ആണ് ആദ്യത്തേത് ഹ്യൂമറൽ വെയിൻ. ഹ്യൂമറൽ വെയിന് കണക്ട് ചെയ്യുന്നത് കോസ്റ്റേനെയും സബ് കോസ്റ്റേനെയും കണക്ട് ചെയ്യുന്ന ക്രോസ് വെയിനാണ് ഹ്യൂമറൽ വെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ഹ്യൂമറൽ വെയിൻ. ദെൻ കംസ് ദി റേഡിയൽ വെയിൻ. റേഡിയൽ വെയിൻ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ തന്നെ ഫസ്റ്റ് ബ്രാഞ്ചിനെയും സെക്കൻഡ് ബ്രാഞ്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് റേഡിയൽ വെയിൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ദ റേഡിയൽ സെക്ടോറിയൽ വെയിൻ. റേഡിയൽ സെക്ടോറിയൽ വെയിൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ കൊടുത്തിരിക്കുന്നതാണ് റേഡിയൽ സെക്ടോറിയൽ വെയിൻ. ദെൻ ദി റേഡിയോ മീഡിയൻ വെയിൻ. റേഡിയോ മീഡിയൻ വെയിൻ എന്ന് പറഞ്ഞാൽ റേഡിയസിനെയും മീഡിയൻ വെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോസ് വെയിൻ ആണ് റേഡിയോ മീഡിയൻ വെയിൻ. ദെൻ കംസ് ദി മീഡിയൽ വെയിൻ. മീഡിയൽ വെയിൻ എന്ന് പറഞ്ഞാൽ M1നെയും M2നെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് റേഡിയോ മീഡിയൻ വെയിൻ. ദെൻ ദി മീഡിയോ ക്യൂബിറ്റൽ വെയിൻ. മീഡിയൻ വെയിനെയും ക്യൂബിറ്റൽ വെയിനെയും കണക്ട് ചെയ്യും. ദെൻ കംസ് ദി ക്യൂബിറ്റോ എയ്നൽ വെയിൻ. ക്യൂബിറ്റൽ വെയിനെയും എയ്നൽ വെയിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ക്യൂബിറ്റോ എയ്നൽ വെയിൻ. അങ്ങനെയാണ് 7 ക്രോസ് വെയിൻസ് ഉള്ളത്. അപ്പം ഈ പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസ് 6 എണ്ണം ഉണ്ട്. കോസ്റ്റൽ വെയിൻ, സബ് കോസ്റ്റൽ വെയിൻ, റേഡിയൽ വെയിൻ, മീഡിയൻ വെയിൻ, ക്യൂബിറ്റസ് വെയിൻ ആൻഡ് ദി എയ്നൽ വെയിൻ. ദെൻ ക്രോസ് വെയിൻസ് ആയിട്ടുള്ള 7 എണ്ണം ഉണ്ട്. ഹ്യൂമറൽ വെയിൻ, റേഡിയൽ വെയിൻ, റേഡിയൽ സെക്ടോറിയൽ വെയിൻ, റേഡിയോ മീഡിയൻ വെയിൻ, മീഡിയൽ വെയിൻ, ദെൻ കംസ് ദി മീഡിയോ ക്യൂബിറ്റൽ വെയിൻ ആൻഡ് ക്യൂബിറ്റോ എയ്നൽ വെയിൻ. ഓക്കെ, അപ്പം ഇത്രയുമാണ് വീനേഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് കംസ് ദി ആംഗിൾസ് ആൻഡ് മാർജിൻസ് ഓഫ് ദി വിങ്സ്. ഒരു വിങ് എന്ന് പറയുന്നത് ട്രയാങ്കുലാർ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഏകദേശം ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഒരു വിങ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ഹാസ് 3 sides ആൻഡ് 3 angles. ഓക്കെ, അപ്പോൾ ഒരു വിങ്ങിന് ട്രയാങ്കിൾ ഷേപ്പിലായതുകൊണ്ട് തന്നെ 3 സൈഡും ഉണ്ടാകും, അതുപോലെ തന്നെ 3 ആംഗിൾസും ഉണ്ടാകും. ഓക്കെ, അപ്പം മാർജിൻസ് അല്ലെങ്കിൽ സൈഡ്സ് എന്ന് പറയുന്നത് ആദ്യത്തേത് കോസ്റ്റൽ മാർജിൻ. കോസ്റ്റൽ മാർജിൻ എന്ന് പറയുന്നത് ഈ കാണുന്നത് കോസ്റ്റൽ വെയിൻ വരുന്ന പോർഷനാണ് കോസ്റ്റൽ മാർജിൻ എന്ന് പറയുന്നത്. കോസ്റ്റൽ വെയിൻ, ഇതാണ് കോസ്റ്റൽ മാർജിൻ. Okay, coastal margin, it is the anterior margin and is strengthened by the costa. It is the leading edge. Then comes the apical margin. Apical margin എന്ന് പറയുന്നത് lateral area ആണ്. ഈ കാണുന്നതാണ് apical margin എന്ന് പറയുന്നത്. Okay, it is the outer edge of the wing, lateral margin. Then comes the anal margin. Anal margin is the posterior margin. ഇതാണ് posterior margin. So ഇതെന്ന് പറയുന്നത് coastal margin. ഇത് കോസ്റ്റൽ മാർജിൻ, ദിസ് ഇസ് ദ എപ്പിക്കൽ മാർജിൻ ആൻഡ് ദിസ് ഇസ് ദ
എയ്നൽ മാർജിൻ. ഇതാണ് 3 മാർജിൻസ് ആയിട്ട് ഉള്ളത്. ദെൻ ആംഗിൾസ് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ 3 ആംഗിൾസ് ആണ്, നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ആദ്യത്തേത് ഹ്യൂമറൽ ആംഗിൾ. ഓക്കെ, ഹ്യൂമറൽ വെയിൻ എവിടെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ദ കോസ്റ്റൽ മാർജിനെയും സബ് കോസ്റ്റലിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഹ്യൂമറൽ വെയിൻ. അപ്പം ഹ്യൂമറൽ ആംഗിൾ എന്ന് പറയുന്നത് കോസ്റ്റനെയും അല്ലെങ്കിൽ വിങ്ങിനെയും ബോഡിയും തമ്മിലുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമറൽ ആംഗിൾ എന്ന് പറയുന്നത്. വിങ്ങും ബോഡിയും കൂടി, അതായത് ഇൻസെക്ട് ബോഡിയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഹ്യൂമറൽ ആംഗിൾ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബൈ വിച്ച് വിങ് ഈസ് അറ്റാച്ച്ഡ് ടു ദ തൊറാക്സ്. ഇത് വേണമെങ്കിൽ വൺ വേർഡായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ കംസ് ദി എപ്പിക്കൽ ആംഗിൾ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ കോസ്റ്റൽ ആൻഡ് ദി എപ്പിക്കൽ മാർജിൻ. കോസ്റ്റൽ മാർജിനും എപ്പിക്കൽ മാർജിനും തമ്മിലുള്ള ആംഗിളാണ് എന്ത്? എപ്പിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. എയ്നൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പിക്കൽ മാർജിനും എയ്നൽ മാർജിനും തമ്മിലുള്ള ആംഗിളാണ് എയ്നൽ ആംഗിൾ എന്ന് പറയുന്നത്. Okay, apical angle is the angle between costal and apical margin. Then comes the anal angle is the angle between apical and the anal margin. Okay, ഇതാണ് വിങ്ങിൻ്റെ മാർജിൻസ് ആൻഡ് ആംഗിൾസ് ഓഫ് ദി വിങ്സ്. ഓക്കെ, 3 മാർജിൻസും ഉണ്ട്, 3 ആംഗിൾസും ഉണ്ട്. ഇനി ഇതിൽ പെടാത്ത ഒരു കാര്യമാണ് ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്നത്. ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രാഗൺ ഫ്ലൈസിൻ്റെ വിങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്ലൈസിൻ്റെ 4 വിങ്ങിൻ്റെ, അതായത് ആദ്യത്തെ പെയർ ഓഫ് വിങ്ങിൻ്റെ ഏറ്റവും അറ്റത്ത്, അതായത് ഈ കോസ്റ്റൽ മാർജിനും എപ്പിക്കൽ മാർജിനും കൂടെ ചേരുന്ന ആ വളവിന്, അതായത് ഏകദേശം ഇവിടെയായിട്ട് ഈ ഒരു പോർഷനിൽ ഒരു ഡാർക്ക് കളർ പിഗ്മെൻ്റ് ഉണ്ടാവും, ബ്ലാക്ക് കളറിൽ പിഗ്മെൻ്റ് ഉണ്ടാവും, ഒരു സ്പോട്ട് പോലെ, ഒരു കുത്ത് പോലെ കാണാൻ പറ്റും. അതാണ് ഈ ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൺ ദി ആൻറ്റീരിയർ മാർജിൻ ഓഫ് ദ വിങ് ആൻഡ് ഇറ്റ് ഈസ് ആസ് എ pigmented spot. It is present in both the wings of Odonata, forewings of Hymenoptera, Sarcoptera, Megaloptera and Mycoptera. ഇതെല്ലാം ഓരോ ഇൻസെക്റ്റ് ഓർഡേഴ്സാണ്. ഒഡോണേറ്റ എന്ന് പറയുന്നതാണ് ഡ്രാഗൺ ഫ്ലൈയുടെ ഓർഡർ. ഹൈമനോപ്റ്ററ എന്ന് പറയുന്നത് നമ്മുടെ വാസ്പ്സിൻ്റെ ഓർഡറാണ്. വാസ്പ്, അതുപോലെ ആൻറ്റ്, ഹണി ബീസ്, ഇവരുടെ എല്ലാ ഓർഡറാണ് ഹൈമനോപ്റ്ററ. ദെൻ സോക്കോപ്റ്ററ, മെഗാലോപ്റ്ററ, മിക്കോപ്റ്ററ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് ആണ്. നിങ്ങൾ ടാക്സോണമി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ എന്താണ് ഈ ടീറോസ്റ്റിഗ്മയുടെ ഉപയോഗം? It gives enhanced efficiency at the beginning of wing stroke. അതായത് പറക്കാൻ തുടക്കുമ്പോഴത്തേക്കും ആ ഫസ്റ്റ് വിങ് സ്ട്രോക്കിന് ഒരു എഫിഷ്യൻസി കൊടുക്കുന്നത് ഈ ടീറോസ്റ്റിഗ്മയാണ്, വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് അഡീഷണൽ എനർജി. അതാണ് ടീറോസ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ടീറോസ്റ്റിഗ്മ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പേരാണ്. അത് എന്താ പറയുക, നിങ്ങൾക്ക് വൺ വേർഡ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു പേരാണ് ഈ ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്ന പേര്. ഓക്കെ, it is an opaque spot near the costal margin of the wing. ഇതാണ് ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഒപ്പേക്ക് സ്പോട്ടാണ്, അതൊരു ഡാർക്ക് കളർ പിഗ്മെൻറ്റഡ് സ്പോട്ടാണ്, വിച്ച് ഇസ് സീൻ ഓൺ ദി കോസ്റ്റൽ മാർജിൻ, അല്ലെങ്കിൽ കോസ്റ്റൽ മാർജിനും എപ്പിക്കൽ മാർജിനും കൂടി ചേരുന്ന ആ പോയിന്റിലാണ് എന്തുണ്ടാവുന്നത്? ഈ ടീറോസ്റ്റിഗ്മ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഏരിയാസ് ഓഫ് വിങ്സ്. ഇൻസെക്ട് വിങ്ങിന് കുറച്ച് ഏരിയാസ് ഉണ്ട്, കുറച്ച് ഭാഗങ്ങളുണ്ട്. ദെൻ ഫ്ലക്ഷൻ ആൻഡ് ഫോൾ ലൈൻ ഡിവൈഡ് ദ വിങ് ഇൻ ടു ഡിഫറെൻറ്റ് ഏരിയാസ്. ഓക്കെ, ഓരോ വിങ്ങിനും, അതായത് ഓരോ പർട്ടിക്കുലർ ഇൻസെക്ട്സിനും അവരുടേതായ ഒരു വീനേഷനാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ആ വീനേഷൻ, ആ വെയിൻ മാർക്കിങ്ങും വിങ്സ് ഫോൾഡ് ചെയ്യുന്ന സ്ട്രക്ചറും ഒക്കെ വെച്ചിട്ട് വിങ്ങിനെ പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാ ഈ കാണുന്നതാണ് ടീറോസ്റ്റിഗ്മ. ഓക്കെ, അതിന് ആദ്യത്തെ ഏരിയയാണ് റെമീജിയം എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ വെയിൻസ് ആൻഡ് ക്രോസ് വെയിൻസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാവൽ ഫെറോ. റെമീജിയം എന്ന് പറയുന്നതാണ് ഇൻസെക്റ്റിൻ്റെ ആൻറ്റീരിയർ ഏരിയ ഓഫ് ദ വിങ് ആണ്. ആൻറ്റീരിയർ ഏരിയ ഓഫ് ദ വിങ്, അതായത് റെമീജിയം എന്ന് പറയുന്നതായിരിക്കും ഒരു ഇൻസെക്റ്റ് വിങ് എടുത്താൽ ഏറ്റവും കൂടുതൽ പോർഷൻ ഉള്ളത് റെമീജിയം ആയിരിക്കും. ആ വിങ്ങിൻ്റെ 2/3 നമ്മൾ റെമീജിയം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആൻറ്റീരിയർ ഏരിയ ഓഫ് ദി വിങ് സപ്പോർട്ടഡ് ബൈ വെയിൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആൻറ്റീരിയർ ഏരിയ ഓഫ് വിങ്സ് സപ്പോർട്ടഡ് ബൈ വെയിൻസ്. അവിടെയായിരിക്കും നമ്മുടെ മജോറിറ്റി ഓഫ് വെയിൻസും ക്രോസ് വെയിൻസും ഒക്കെ വരുന്നത്. ഇനി റെമീജിയത്തിന് തൊട്ട് താഴെ വരുന്ന ഏരിയയാണ്
ക്ലാവസ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലാവൽ ഫറോയ്ക്ക് താഴെയുള്ള ഏരിയയാണ് ഇത്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ ക്ലാവസ് എന്ന് പറയുന്നത്. It is posterior to remigium or claval furrow. In hind wing it is greatly enlarged. അത് കൂടുതലും കാണപ്പെടുന്ന, കാരണം ഫോർ വിങ്ങിനേക്കാളും കുറച്ചുകൂടി വിസ്താരമുള്ളത് എപ്പോഴും ഹൈൻഡ് വിങ്ങിനായിരിക്കും. അപ്പോൾ ഹൈൻഡ് വിങ്ങിൽ ക്ലാവസ് റീജിയൻ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ദ ജുഗൽ ഏരിയ. ജുഗൽ ഫോൾഡ് എന്ന് പറയുന്നത് ഹൈൻഡ് വിങ്ങിൽ കാണുന്നതാണ്. അതൊരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുനുപ്പ് പോലെ, ആ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു കുനുപ്പ് പോലെ ഹൈൻഡ് വിങ്ങിൽ കാണും. അതാണ് ഈ ജുഗൽ ഫോൾഡ്. ജുഗൽ ഫോൾഡിന് താഴെയുള്ള ഏരിയയാണ് ജുഗൽ ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് നീലിയ അല്ലെങ്കിൽ ന്യൂ വിങ്സ്, evidently secondary and recently developed part of the wing. Then comes the anal area. ക്ലാവൽ ഫറോയ്ക്ക് താഴെയുള്ള anal ഫോൾഡിനും ജുഗൽ ഫോൾഡിനും ഇടയിലുള്ള ഏരിയയാണ് എന്ത് anal ഏരിയ എന്ന് പറയുന്നത്. ദിസ് ഇസ് ക്ലാവസ്. ഇത് anal അല്ല. ക്ലാവസ് അല്ലെങ്കിൽ നമ്മൾ വാനസ് എന്നും അതിന് പറയും. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇൻസെക്റ്റ് വിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻസെക്റ്റ് വിങ്ങിന് എന്തൊക്കെയുണ്ട്? അതിന് മെയിനായിട്ടും വെയിൻസ് ഉണ്ട്. ആ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിങ് വീനേഷൻ എന്ന് പറയും. വിങ് വീനേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിൻസ് ഉണ്ട്. 6 ടൈപ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻസും 7 ടൈപ്സ് ഓഫ് ക്രോസ് വെയിൻസും ഉണ്ടാവും. ദെൻ ഒരു ഇൻസെക്റ്റ് വിങ് എന്ന് പറയുന്നത് ഏകദേശം ട്രയാങ്കിൾ ഷേപ്പിലുള്ളതുകൊണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഇതുപോലെ തന്നെ 3 മാർജിൻസും 3 ആംഗിൾസും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻസെക്റ്റ് വിങ്ങിനെ പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻസെക്റ്റ് വിങ്ങിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.